ഗായ്സ്, ഇതാണ് കിളിക്കൂട് പറ്റിച്ചേ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഒരു കിളിക്കൂട് കിളികളും മുട്ടയൊക്കെയാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നിങ്ങൾ കണ്ടിട്ട് വായോ. നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കൊക്കോക്കായ ഷെല്ല് തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മെയിൻ താരം, അടുത്ത മെയിൻ താരം എന്ന് പറയുന്നത് പീച്ചിക്കായാണ്. ഇത് വലിയ ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ചെറിയ സൈസും വരുന്നുണ്ട്. അപ്പോൾ വലുതെടുക്കായിരിക്കും നമുക്ക് കൂടുതൽ നല്ലത്. പിന്നെ അതിൻ്റെ ക്ലീൻ ചെയ്തുള്ളതാണ് കാണിച്ചത്. ഞാൻ ക്ലീൻ ചെയ്ത് പറഞ്ഞ് തരാം. അത് പിന്നെ ഒരു ചരടാണ്. അത് ഏത് ടൈപ്പുള്ള ചരട് വേണം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ കത്തി, പിന്നെ 2 തരം ഗമ്മാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം വെച്ച് നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു കിളിക്കൂട് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഈ പീച്ചിങ്ങായ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക എന്നാണ്. ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. ചെറിയ പീച്ചിങ്ങിനേക്കാളും കൂടുതൽ കട്ടിയും ഒന്ന് ക്ലീൻ ചെയ്യാൻ കുറച്ച് ഇതുണ്ട്. എൻ്റെ ഞരമ്പുകൾക്കൊക്കെ ഭയങ്കര കട്ടി കൂടുതലാണ്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അമ്മമാരെ ഹെൽപ്പ് തേടിക്കോളാം. അങ്ങനെ നമ്മൾ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിറച്ച് സീഡ് ഉണ്ടാവട്ടെ. അതേപോലെ അതൊക്കെ കളഞ്ഞ് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ 3 ഹോൾസ് കാണാം. അപ്പോൾ ആ ഹോൾസിൻ്റെ അവിടെ നിന്ന് അത് കട്ട് ചെയ്തിട്ട് കത്തി ഉപയോഗിച്ച് പതുക്കെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. സൂക്ഷിച്ച് കട്ട് ചെയ്യണം. നല്ല എന്താ പറയുക, നല്ല മുറുക്കുണ്ടായിന്. അപ്പം നന്നായി നമ്മൾ കുറച്ച് ബലം കൊടുത്ത് തന്നെ നമ്മൾ ചെയ്യണം. വേണ്ട, ഇതേപോലെ ഒരു പീസ് നമുക്ക് അടർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി ഇതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള ഈ 3 ഹോൾസുകൾ നമ്മൾ ബന്ധിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. അതാണ് ഇപ്പം ഇവിടെ കട്ട് ചെയ്തെടുക്കണത് കേട്ടോ. കണ്ട, വീഡിയോയിൽ ക്ലിയർ ആവണില്ലേ? ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ നടുവിലത്തെ ഭാഗമാണ് നമ്മൾ കളയുന്നത്. കണ്ട, നിവർത്തി കഴിയുമ്പോൾ വലിയൊരു ഷീറ്റ് പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വീർത്തിക്കണതൊക്കെ അങ്ങനെ കുരുക്കളാ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേറെ കട്ട് ചെയ്ത് പോകുമ്പോൾ ക്ലിയർ അല്ലാത്ത വല്ല കിന്നിന്ന് വെച്ചാൽ നമ്മൾ നല്ല ക്ലിയർ ആക്കി എടുക്കണം. ഇനി നമ്മൾ ഈ കൊക്കക്കായയുടെ ഈ വായ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ അണ്ണാൻ കൊത്തി തിന്ന് നമ്മളൊരു ഷോർട്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗം നമ്മൾ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം മുഴുവൻ നമ്മൾ ഈ ഇത് വെച്ച് കവർ ചെയ്യണം. അതിന് മുന്നേ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇതൊരു ഞാത്തിയിടാവുന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സൈഡിലും ഇതേപോലെ ഒരു ചരടെടുത്ത് കെട്ടാണ്. ഒന്ന് ടൈറ്റാക്കി അവിടെ ചരടെടുത്ത് കെട്ടി ഇടാന്ന് വെച്ചാൽ നമ്മൾ അത് ഞാത്തിടാന്നുള്ളൊരു പർപ്പസിലാണ് ഞങ്ങളത് ഉണ്ടാക്കിയത്. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ ചരട് ഇവിടെ കാണില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തോന്നി അത് വേണ്ട, ഒരു നാച്ചുറൽ ലുക്കും ഒരു ഇതിൽ നമുക്ക് ഉണ്ടാക്കിയുമ്പോൾ അങ്ങനെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നീട് ആ ചരട് കട്ട് ചെയ്ത് കളയാനുണ്ടായത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് പീച്ചിക്കായ നമ്മൾ അടർത്തി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ നമ്മൾ എവിടേക്കാണ് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. എവിടെ വെച്ചാലാണ് അത് ക്ലിയർ ആയിട്ടോ എവിടെ വെച്ചാണ് ഒട്ടിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ നോക്കുകയാണ്. അതിനുശേഷം നമ്മൾ B6000 എടുക്കുന്നത്. ഫെവിക്കോൾ ഒട്ടാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ നമ്മൾക്ക് വേഗം ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യാം. എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഈ പീച്ചിക്കായ ഈ അടർത്തിയെടുത്തത് ഭാഗം നമ്മൾ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. കുറച്ച് സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം കേട്ടോ. നന്നായി എല്ലാ വശത്തേക്കും ആക്കി പിടിച്ച് നന്നായി ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഒരു 2-3 സെക്കൻഡ് പിടിച്ചാൽ മതി. അപ്പോഴേക്കും നന്നായി അതൊന്ന് ഒട്ടും. അല്ലെങ്കിൽ അത് പിടിച്ചില്ലെങ്കിൽ നമ്മൾ നല്ല ടൈറ്റായി പിടിച്ചില്ലെങ്കിൽ അതുകൊണ്ട് അടർന്ന് പോരും. എന്നുവെച്ചാൽ കുറച്ച് കട്ടിയുള്ളൊരു സാധനമാണല്ലോ പീച്ചിക്കായ തോടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് നന്നായി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ഒട്ടും. നമ്മളത് ഒട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം ഇപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് ഭാഗം കൂടി നമുക്ക് ഇതേപോലെ കവർ ചെയ്തെടുക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടത് എത്ര നീളം വേണം എന്നുള്ളത് നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ ബാക്കി നമ്മളൊരു പീച്ചിക്കായ തോലുകൾ ഇതുപോലെ റിമൂവ് ചെയ്ത് എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നോക്കി അതിന് എത്രത്തോളം
ഇനി പീസ് വേണം നോക്കി നമ്മൾ ഗ്ലൂ തേച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബാക്കി ഇനി കുറച്ച് സാധനങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം. നമുക്ക് ബാക്കി കവർ ചെയ്യാനുള്ള ഭാഗങ്ങൾ കൂടി നമുക്ക് ആവശ്യമുള്ള പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിവിടെ കവർ ചെയ്യാണ് ചെയ്യുന്നത്. ചെറിയൊരു പീസ് നമുക്ക് നമ്മുടെ എത്ര സൈസ് വേണം നോക്കിയിട്ട് അതനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. കുഞ്ഞു മക്കളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് അമ്മമാരുടെ സഹായം ചോദിച്ചോളാം കേട്ടോ. നമ്മൾ കത്തിയൊക്കെ കൈ മുറിയാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ട ഇങ്ങനെ പൊന്തിക്കണ വശം അപ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞോളാം. അപ്പോൾ എന്നാലും നല്ല സെക്യൂറായിട്ട് അത് ഇരിക്കുള്ളൂ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ. ഇതുപോലെ ഗം തേച്ച് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എവിടെയാണ് നമുക്ക് പീസ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. കുറച്ച് ഭാഗം നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഫെവിക്കോൾ വെച്ച് ഒട്ടാൻ കുറച്ചധികം ടൈം വേണം കേട്ടോ. അത്യാവശ്യം കുറച്ച് ടൈം വേണം. എന്നാൽ മാത്രമേ കുറച്ച് നേരം ഞങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കേണ്ടി വന്നു അതൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഞങ്ങൾ 2 ചരട് വെച്ചിട്ടാണ് നമ്മളിത് തൂക്കിയിടാവുന്ന രീതിയിൽ നമ്മൾ ആക്കിയത്. പക്ഷേ പിന്നീട് പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം കേട്ടോ, ഞങ്ങളത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നീട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ചരടെടുത്ത് കെട്ടാമെന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ ആക്കിയത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ കൊക്കോക്കായയുടെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് തെർമാക്കോളിൻ്റെ വേസ്റ്റ് നിറയ്ക്കുകയാണ്. ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പീച്ചിക്കായയുടെ ഒരു പീസ് എടുത്തിട്ട് എത്ര സൈസ് ആ ഹോളിൻ്റെ അവിടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് തെർമാക്കോൾ കാണില്ലല്ലോ, ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് പശയൊന്നും തേക്കണമെന്നൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായി സെക്യൂറായിട്ട് അതിൻ്റെ ഉള്ളിൽ അത് കവർ ചെയ്തിട്ടിരിക്കും. ശരിക്കും ആ സൈസിൽ നമ്മൾ വെട്ടിയെടുത്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ ഗ്ലൂ ഒന്നും തേച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി കിളിക്കൂട് നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ മാറ്റി നമുക്ക് കിളിക്കൂട്ടിൽ വെക്കാൻ നമുക്ക് എന്തായാലും ഒരു കിളികളെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ 2 കിളികളാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ പറയുന്നത്, നമുക്കിത് ഉരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഇതാണ്. നമ്മളെ പെയിൻറ്റ് പണിക്കാരയിലൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു പീസ് തെർമാക്കോളാണ് ആവശ്യം. അതിൽ ഇങ്ങനെ പെൻസിൽ കൊണ്ട് ഒരു കിളിയുടെ ഷേപ്പ് നമ്മൾ ചെറിയൊരു കിളിയെ തോന്നിക്കുന്ന രീതിയിൽ ഒരു കിളിയുടെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. സിമ്പിളായിട്ട് പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞു കിളിയുടെ ഷേപ്പ് നമ്മൾ ഇതേപോലെ വരച്ച് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കിളിയുടെ ഷേപ്പിലേക്ക് നമ്മളതിങ്ങനെ വരച്ച രീതിയിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ക്ലിയർ ഷേപ്പിലേക്ക് നമ്മളൊന്ന് അത് ഉരച്ച് ആക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു സിമ്പിളായിട്ട് നമ്മൾ ആ ക്ലിയർ ഷേപ്പിലേക്ക് നമ്മളൊന്ന് വരച്ചതൊന്ന് ആക്കിയെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഒരു എങ്ങനെ ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ ഉരച്ച് ക്ലീൻ ചെയ്താലാണ് ഒരു ക്ലിയർ ഷേപ്പിലേക്ക് വരാമെന്നുള്ള നമ്മളൊരു ചെറിയൊരു ചിന്ത വെച്ച് നമ്മൾ ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ എഡ്ജുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നന്നായി നമ്മൾ പതുക്കെ ഉരയ്ക്കണം കേട്ടോ. നല്ല മുറുകത്തിൽ ഉരച്ച് നമ്മുടെ ഷേപ്പ് തന്നെ മാറിപ്പോവും. പതുക്കെ തലഭാഗത്തും അതുപോലെ ചുണ്ടിൻ്റെ ഭാഗം കൂർത്തിരിക്കാൻ വേണ്ടി അവിടെ അധികം റൗണ്ട് ആക്കരുത്. ചുണ്ട് നല്ല കൂർത്തിട്ട് തന്നെ നിൽക്കണമല്ലോ. ബാക്കി ഈ എഡ്ജുകളായി വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ക്ഷമയെടുത്ത് പതുക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. ഒരു ഷേപ്പിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇത്തിരി സ്ലോവിൽ നമ്മൾ ചെയ്യണം കേട്ടോ. നല്ല മുറുക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിളിയുടെ ഷേപ്പ് ഇല്ലാണ്ടായി പോവും. അപ്പം നമ്മളൊന്ന് സ്ലോവിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ
2 കിളികളാണ് നമ്മൾ ഇതേപോലെ വരച്ചെടുത്ത് തെർമാക്കോളിൻ്റെ ഒരു ചെറിയ പീസുമ്മ ചെയ്ത 2 കിളികളാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ 2 കുഞ്ഞു കിളികളെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, ഒരു ആൺകിളിയും ഒരു പെൺകിളിയും. ഇനി നമുക്ക് ഇവയ്ക്ക് വേണ്ടത് പെയിൻറ്റ് ചെയ്തൊരു കിളിയാണെന്ന് നമുക്ക് തോന്നണ്ടേ, ഒരു റിയാലിറ്റി തോന്നാൻ വേണ്ടി നമ്മൾ ഇനി പെയിൻ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ പെയിൻറ്റ് ചെയ്യാനായിട്ട് അക്രിലിക്കിൻ്റെ ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, റെഡ് അങ്ങനെ ഒരു 4 കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ആഷ് കളർ ഇല്ല, അപ്പം നമ്മൾ ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ആഷ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ചുണ്ടാണ് കൊടുക്കുന്നത്. നല്ല ഡാർക്ക് യെല്ലോ, വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ, നല്ല ഡാർക്ക് കളറിൽ തന്നെയാണ് നമ്മൾ ചുണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഉണങ്ങാനായി വെക്കാം. നമുക്ക് 2 സൈഡിലും കൊടുക്കാം കേട്ടോ, 2 സൈഡിലും കൊടുക്കാൻ പറ്റും. ഒരു ഭാഗം നമുക്ക് നോക്കുമ്പോൾ ഇനി ഇത് ഭാഗം കൊക്കില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടല്ലോ. അപ്പോൾ നമുക്ക് 2 സൈഡിലും നമുക്ക് ഇതേപോലെ ബീക്കിന് യെല്ലോ കളർ കൊടുക്കാം. അതിന് ശേഷം നമ്മളൊരു റെഡ് കളറാണ്, വളരെ പോയിൻ്റായുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് റെഡ് കളർ കണ്ണിന് കൊടുക്കുന്നുണ്ട്. അത് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു ഈർക്കിൽ എന്തെങ്കിലും ടൂപ്പിക്കോ വെച്ചിട്ട് ചെറിയൊരു കുത്ത് കണ്ണിൻ്റെ ആ ചോപ്പര ഉള്ളിലായിട്ട്, അതപ്പോൾ ആ ചുവപ്പ കളർ പെയിൻറ്റ് നമ്മൾ ഉണങ്ങിയ ശേഷം മാത്രമേ നമ്മൾ ആ ബ്ലാക്ക് കളർ കുത്തിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആകെ പരക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആഷ് കളർ നമ്മുടെ ഇല്ലാത്ത കാരണം ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊരു ആഷ് കളർ നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ളത്. ഈ കണ്ണിൻ്റെ റെഡിൻ്റെ ചുറ്റും നമ്മളൊരു വൈറ്റ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആഷ് അങ്ങനെ ആയിട്ട് 2 കിളി നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഒരു കിളിയാകുമ്പോൾ ഒരു വാല് വേണമല്ലോ, അപ്പോൾ ഇനി വാലിന് വേണ്ടി നമ്മളൊരു A4 ബ്ലാക്ക് കളറിൽ ഇതേപോലെ ഒരു പെറ്റലൊക്കെ നമ്മൾ കട്ട് ചെയ്യാറില്ലേ, അതേ രീതിയിൽ നമ്മൾ 2 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അപ്പോൾ അതിന് ശേഷം അത് കട്ട് ചെയ്ത ശേഷം ചെറുതായി കുനുകുനുന്നെ അതിൻ്റെ എല്ലാ സൈഡും നമ്മളൊന്ന് കട്ട് ചെയ്യാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും കട്ട് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വാലിൻ്റെ തുമ്പ് ഭാഗത്ത് നമ്മളൊന്നിങ്ങനെ കുറച്ച് ഫേവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അതിന് ശേഷം ഈ വാല് നമുക്ക് ഈ കിളിയുടെ ബാക്കിൽ നമ്മൾക്ക് ഫിക്സ് ചെയ്യണമല്ലോ, അതിന് വേണ്ടി നമ്മൾ ഒരു പെൻസിൽ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് നമ്മളൊരു കുഞ്ഞൊരു ഹോള് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഈ നമ്മൾ ഉണ്ടാക്കിയ വാല് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ചിട്ട് ആ പെൻസിലോണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോയിലാക്കണ പോലെ തന്നെ ആക്കിയിട്ട് പെൻസിലുകൊണ്ട് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഫിനിഷിങ്ങിൽ ഇരിക്കും കേട്ടോ. കണ്ട വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. ഞാൻ വാൽ അങ്ങനെ നിൽക്കണമെന്ന് വെച്ചാൽ വാലും തെർമാക്കോളും തമ്മിൽ അവിടെ ഒന്ന് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് തരി പശ കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ശരിക്കും വാലിങ്ങനെ നിൽക്കും. കണ്ടില്ലേ, ഇതുപോലെ ഇത് നല്ലൊരു ക്യൂട്ട് കിളിയായിട്ടുണ്ട്. നമ്മൾ 2 കിളികളും ഇവിടെ അതേപോലെ വാലൊക്കെ ഫിക്സ് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് നമ്മൾക്ക് ഇതിനെ കിളിക്കൂടിൽ നമുക്ക് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്, എങ്ങനെ വെച്ചാലാണ് അത് ശരിയാവുക എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു കിളി പെൺകിളിയാണ്, അപ്പോൾ നമുക്ക് പെൺകിളീനെ നമ്മൾ കൂടിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. നമ്മൾ കിളിയമേ ഇത്തിരി ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളിതിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. B6000 തെർമാക്കോൾമ യൂസ് ചെയ്തത് നന്നായി ഒരു ഉരുക്കി പോണ പോലത്തെ അവസ്ഥയാവും തെർമാക്കോൾ. നമ്മുടെ കിളിയൊക്കെ അങ്ങനോടെ തന്നെ കേടായി പോവും. അപ്പോൾ നമ്മൾ ഒരിക്കലും B6000 തെർമാക്കോൾമ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു 2 കിളിനെയും നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഡെക്കറേഷൻ പോലെ ഒരു 2 ലീഫും ഉണ്ട്. പിന്നെ കിളി നമ്മൾ പെൺകിളി മുട്ടയിട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തെർമാക്കോളിൻ്റെ തന്നെ ബോൾസ് നമ്മൾ പതുക്കെ അത് അടർത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബോൾസ് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ വയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ കിളിക്കുളു റെഡി ആയിട്ടുണ്ട്.
ഇത് കാണാൻ നല്ല ഒറിജിനാലിറ്റി തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ കിളിക്കൂട്? എങ്ങനെയാണ് ഗൈസ് നമ്മൾ കിളിക്കൂട് ഉണ്ടാക്കിയത്, കിളീനൊക്കെ ഉണ്ടാക്കിയത്? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതേപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു പുതിയ വീഡിയോ വരുന്നവരെ ബൈ ബൈ.